ഹായ് ഗായ്സ്, ഞാനിന്ന് ഈ ഫ്രൈഡേ ഉണ്ടാക്കിയ ഒരു മട്ടൺ ബിരിയാണിയുടെ റെസിപ്പിയാണ് ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് കണ്ടാലോ? പ്രവാസികൾക്കൊക്കെ ജസ്റ്റ് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഫ്രൈഡേയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്യാനും ചില്ല് ചെയ്യാനും ഒക്കെ ഉള്ളൊരു ദിവസമാണ്. അപ്പം ഞാനും ഫ്രൈഡേ ആയിട്ട് ഞാനൊന്നൊരു സ്പെഷ്യൽ മട്ടൺ ബിരിയാണിയാണ് ഞാൻ ഉണ്ടാക്കിയത്. ഞാൻ എൻ്റെ വീട്ടിലുണ്ടാക്കുന്ന റെസിപ്പിയാണിങ്ങനെ. ഞാൻ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാം. ഒരുപാട് മസാലാസൊന്നും ഞാൻ ആഡ് ചെയ്യത്തില്ല. കൊറിയാണ്ടർ പൗഡർ, ജസ്റ്റ് ചില്ലി പൗഡറും ടർമറിക് പൗഡറും കളറിന് വേണ്ടി മാത്രം ഞാനൊന്ന് യൂസ് ചെയ്യും. ബാക്കി ഞാനൊരു സ്പെഷ്യൽ മട്ടൺ ബിരിയാണി മസാലയാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. ഓക്കെ, നമുക്കൊന്ന് കണ്ടാലോ? അപ്പോൾ ഫസ്റ്റ് നമ്മൾ കുറച്ച് സവോള, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, മല്ലിയില, പുതിനയില, കുറച്ച് തൈര്, കുറച്ച് ലെമൺ എല്ലാം എടുത്ത് വയ്ക്കുക. അതിന് ശേഷം അതെല്ലാം കട്ട് ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം സ്പെഷ്യൽ ബിരിയാണി മട്ടൺ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ, അത് മുഴുവൻ പെരിഞ്ജീരകമില്ല, അതാണ് എടുത്തത്. പിന്നെ ഒരു 3-4 ഏലക്ക, പിന്നെ 3-4 ക്ലൗസ്, അതെല്ലാം കൂടെ നല്ലോണം മിക്സിയിലിട്ട് ഞാൻ നല്ലോണം പൗഡറാക്കി മാറ്റി വെച്ചു. അതിന് ശേഷം ഞാൻ ജസ്റ്റ് നമ്മൾ ബിരിയാണിക്ക് ഉണ്ടാക്കേണ്ട ചെമ്പെടുത്ത് വെച്ചു. എന്നിട്ട് ഞാൻ ഇച്ചിരി ഗീ ഒഴിച്ചു. എന്നിട്ട് ഞാൻ നല്ലോണം ചെറുതായിട്ടരിഞ്ഞ സവോള ഞാൻ വറുത്തെടുത്തു. അതിനുശേഷം കുറച്ച് കാഷ്യൂ നട്ട്സും കിസ്മിസും എല്ലാം ഇട്ട് ഞാൻ നല്ലോണം വറുത്തെടുത്തതിന് ശേഷം ആ സെയിം പാനിൽ തന്നെ ഞാൻ സവോള എടുത്തു. ഇത് ഞാനൊരു 1 കിലോ മട്ടണിനുള്ള ബിരിയാണിയാണ് ഞാൻ റെഡിയാക്കുന്നത്. അപ്പം അതിനുള്ള സവോള എടുത്തു. എന്നിട്ട് അത് നല്ലോണം സോട്ടേ ചെയ്തതിന് ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് നല്ലോണം അല്ല, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തു. എന്നിട്ട് അതും ആഡ് ചെയ്ത് നല്ലോണം ഇളക്കി അതിൻ്റെ ആ ഒരു പച്ച മണം മാറുമല്ലോ, അത് മാറുന്നിടം വരെ നല്ലോണം ഇളക്കി കൊടുക്കുക. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഇളക്കി കുറച്ച് നേരം കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് നല്ലോണം എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് വരാൻ തുടങ്ങും. അപ്പോഴത്തേക്ക് ഞാൻ ടൊമാറ്റോസ് ആഡ് ചെയ്ത് കൊടുത്തു. ഇത് ഞാൻ ഒരു 3 തക്കാളി ഉണ്ടായിരുന്നു, അതാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തത്. തക്കാളി കൂടുതൽ വരുമ്പോഴത്തേക്കും ഇച്ചിരി ഗ്രേവി നമുക്ക് അധികമായിട്ട് നിൽക്കും. എനിക്കിങ്ങനെ ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുന്ന ബിരിയാണി ഇഷ്ടമില്ല. ഇച്ചിരി ഗ്രേവിയും കൂടെ ഉള്ളതാണ് എനിക്കിഷ്ടം. അപ്പം ഞാൻ ഇതിനകത്ത് 3 തക്കാളി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നല്ലോണം ഇളക്കി നമ്മൾ ലിഡ് ക്ലോസ് ചെയ്ത് വയ്ക്കുക. നല്ലോണം, എന്നാലേ ലിഡ് ക്ലോസ് ചെയ്ത് വെച്ചാൽ ആ തക്കാളി എന്നുള്ള ആ വെള്ളമൊക്കെ ഇറങ്ങി നല്ലോണം പേസ്റ്റ് പോലെ വരും, നല്ല എണ്ണയൊക്കെ ഇറങ്ങുന്ന പോലെ വരും. അതിനുശേഷം ഒരു കൈപ്പിടി ഞാൻ ഇവിടെ മല്ലിയിലയും പുതിനയിലയും ആഡ് ചെയ്തു. അതിനുശേഷം കേർഡാണ് ആഡ് ചെയ്യുന്നത്. ഇത് ഞാൻ പുളിയില്ലാത്ത തൈരാണ് ഞാൻ ആഡ് ചെയ്തത്. അതിനുശേഷം നല്ലോണം ഇളക്കി അടച്ചു വെച്ച് നല്ലോണം, അതായത് എല്ലാം നല്ലോണം ഈ നല്ല വെന്ത് നല്ല പായസപ്പരുവത്തിൽ അതുപോലെ ആയി കഴിയുമ്പോൾ നമ്മൾ കുറച്ച് കൂടുതലെന്ന് പറയാം, ഒരു ടീസ്പൂൺ ഞാൻ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്തൊക്കെയായാലും മട്ടണാണല്ലോ, അപ്പോൾ ഇച്ചിരി മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമായതുകൊണ്ട് കുറച്ച് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തു. അതിനുശേഷം ജസ്റ്റ് ഒരു കളറിന് വേണ്ടി മാത്രം ഞാൻ കാശ്മീരി ചില്ലിയാണ് ഇവിടെ ആഡ് ചെയ്യുന്നത്. നല്ലോണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ കാശ്മീരി ചില്ലി ആഡ് ചെയ്തു. കാശ്മീരി ചില്ലി ആഡ് ചെയ്തതിന് ശേഷമാണ് ഞാൻ അതും നല്ലോണം ഇളക്കി നന്നായിട്ട് മിക്സ് ആയെന്ന് നമുക്കൊരു പാകമായെന്ന് മനസ്സിലാവുമല്ലോ. അതിന് ശേഷം ഞാൻ സ്പെഷ്യൽ ബിരിയാണി മസാല ഉണ്ടല്ലോ, പെരിഞ്ജീരകവും ക്ലൗസും ഏലക്കയും പിന്നെ കുറച്ച് പട്ടയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. പട്ട ഞാൻ പറയാൻ മറന്നു, പട്ടയും കൂടെ ഉണ്ടായിരുന്നു. ആ പട്ടയും കൂടെ ഞാൻ മിക്സ് ചെയ്ത് ആ പൗഡറും കൂടെ നല്ലോണം ആഡ് ചെയ്ത് നല്ലോണം ആ പച്ച മണം മാറും. കാരണം നമ്മളിത് ഡ്രൈ റോസ്റ്റ് ചെയ്തല്ലല്ലോ നമ്മൾ പൊടിച്ചെടുത്തത്. അപ്പോൾ അതുകൊണ്ട് നല്ലോണം ആ പച്ച മണം മാറുന്നതിന് വരെ നല്ലോണം ഇളക്കി കൊടുത്തതിന് ശേഷം മട്ടൺ ആഡ് ചെയ്യുക. ഞാനിവിടെ കറി കട്ടാക്കിയാണ് ഞാൻ മട്ടൺ മേടിച്ചേക്കുന്നത്. എനിക്ക് ചെറിയ പീസാണ് ഇഷ്ടം. എനിക്ക് വലിയ ബിരിയാണി കട്ട് എന്നൊക്കെ പറയുമ്പോൾ ഇച്ചിരി കൂടെ വലിയ പീസ് വരും, അതെനിക്കിഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ ചെറിയതായിട്ടുള്ള കട്ട് ചെയ്ത പീസാണ് വാങ്ങിയത്. അതും കൂടി ആഡ് ചെയ്ത് നല്ലോണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം, എന്താണെങ്കിലും ഈ പാനി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ സമയം എടുക്കും വേകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കുക്കറിലിട്ടൊരു 5, ഞാനിവിടെ 5 വിസിലാണ് എടുത്തത്. 5 വിസിൽ അടുപ്പിച്ച് കഴിയുമ്പം മട്ടൺ നല്ലോണം വെന്തോളും. അപ്പോൾ നമ്മൾ മട്ടൺ ആ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം അതിനുള്ള ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ച് വെച്ച്
ഒരു 5 വിസിലടിക്കാൻ മാറ്റി വയ്ക്കുക. ആ സമയം കൊണ്ട് നമുക്ക് റൈസ് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ബിരിയാണി വെക്കുന്ന ആ പോട്ട് ഉണ്ടല്ലോ, അപ്പം ആ സെയിം പോട്ടിൽ തന്നെയാണ് ഞാനിതെല്ലാം ചെയ്യുന്നത്. അപ്പം നമ്മൾ നല്ലോണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുക്കർ എടുത്ത് മാറ്റി വയ്ക്കുക. അവിടെ ഇരുന്നത് വിസിലടിച്ചോട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് അരി വേവിച്ചെടുക്കാം. നമ്മൾ പോട്ടെടുത്തു, അതിൻ്റെ അകത്തോട്ട് കുറച്ച് ഗീ ഒഴിക്കുക. ചൂടായതിന് ശേഷം കുറച്ച് ഗീ ഒഴിക്കുക. അതിന് ശേഷം ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. എന്നാലേ ഗീ അപ്പം പെട്ടെന്ന് അങ്ങ് ചൂടായി കരിഞ്ഞു പോകത്തില്ലല്ലോ. അതിന് ശേഷം എല്ലാ സ്പൈസസും കൂടി ആഡ് ചെയ്യുക. അതൊന്ന് ചൂടായിട്ട് വരുന്നേരം വരെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്ത് അതൊന്ന് ചൂടാവുമല്ലോ, അപ്പോഴത്തേക്ക് നല്ല മണം വരാൻ തുടങ്ങും. ശേഷം ഞാനിവിടെ ജീരകശാല അരിയാണ് എടുത്തത്. ഞാനിവിടെ 2 കപ്പ് അരിയാണ് എടുത്തത്. 2 കപ്പ് നമ്മൾ ചായയൊക്കെ എടുക്കുന്ന കൂട്ട് കപ്പില്ല, ആ കപ്പിന് 2 കപ്പ് അരിയാണ് എടുത്തത്. ഞാൻ ജീരകശാല അരിയാണ് എടുത്തത്. അപ്പം എന്നിട്ട് നമ്മൾ ഞാൻ ജസ്റ്റ് കഴുകി എടുത്ത് അപ്പം തന്നെ ഞാൻ യൂസ് ചെയ്തത്, അല്ലാണ്ട് ഞാൻ കഴുകി വെക്കുകയൊന്നും ചെയ്തില്ല. അതിനുശേഷം ഒരു ലെമൺ നല്ലോണം ഒന്ന് ഒരു ഹാഫ് ലെമൺ പിഴിഞ്ഞൊഴിക്കുക. ഞാനിവിടെ 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ എടുത്തേക്കുന്നത്. അപ്പോൾ ഇവിടെ 4 കപ്പ് വെള്ളം നല്ലോണം തിളപ്പിച്ച് ഞാൻ ആ അരിക്കകത്തോട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക. ജസ്റ്റ് എന്നിട്ട് ഞാനിത് നല്ലോണം വെന്തതിന് ശേഷം, അതായത് ഒരു 90-95% ഞാൻ അരി വേവിച്ചതിന് ശേഷമേ ഞാൻ ദം ചെയ്യുന്നുള്ളൂ. അതപ്പം ഈ ഒരു 10-15 മിനിറ്റ് ആയപ്പോഴത്തേക്ക് അരി നല്ലോണം ഒരു 90-95% അരി വെന്തിട്ടുണ്ട്. അതിനുശേഷം ആ സമയം കൊണ്ട് മട്ടണും നല്ലോണം വെന്തു. അതിനുശേഷം നമുക്ക് ദം ചെയ്യാം. ഞാൻ ഫസ്റ്റ് എന്താ ചെയ്യുന്നത് വെച്ചാൽ എല്ലാവരും ഗീ ഒക്കെ ആഡ് ചെയ്യും. ഓൾറെഡി അരിക്കകത്ത് ഓൾറെഡി നമ്മൾ ആവശ്യത്തിന് ഗീ എല്ലാം എടുത്തതായതുകൊണ്ട് ഞാൻ ഇതിനകത്ത് ഗീ ഒന്നും ആഡ് ചെയ്യുന്നില്ല. ജസ്റ്റ് കാരണം ഓൾറെഡി മട്ടണിൽ അത്യാവശ്യം നല്ലോണം നെയ്യ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ ഫസ്റ്റ് മട്ടൺ ഇട്ടു. ഫസ്റ്റ് ആ ലെയർ നമ്മളാക്കുവാണ്. അപ്പം നമ്മൾ ഫസ്റ്റ് ആ മട്ടൺ ഇട്ടു. അതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന അരി ഉണ്ടല്ലോ, വേവിച്ച് വെച്ചിരിക്കുന്ന ആ റൈസ് നല്ലോണം ഫസ്റ്റ് ലെയറിലാക്കി ഇടുക. നല്ലോണം നമ്മളിങ്ങനെ ഈ തട്ടിപ്പൊത്തി ആക്കുന്ന പോലെ രീതിയിൽ വെക്കുക. ഇതിപ്പോൾ നമുക്ക് തോന്നും ഇച്ചിരി എന്താ പറയുക കട്ട പിടിച്ച പോലെ ഇരിക്കുന്നതെന്ന് തോന്നും. പക്ഷേ ദം പൊട്ടിച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കിയാണല്ലോ എടുക്കുന്നത്. അപ്പം നല്ല കറക്റ്റ് പക്കയായിട്ടിരിക്കും. അതിനുശേഷം നല്ലോണം തട്ടിപ്പൊത്തി വെച്ചതിന് ശേഷം മല്ലിയില പുതിനയില നമ്മൾ വറുത്ത് വെച്ചിരുന്ന ഉള്ളി ഉണ്ടല്ലോ, ഉള്ളി പിന്നെ കിസ്മിസും കാഷ്യൂ നട്ട്സും അത് മേളിലിടുക. അതിന് ശേഷം പിന്നെ നമ്മൾ ആ സെയിം മട്ടൻ്റെ ആ മസാല ഉണ്ടല്ലോ അതിടുക. പിന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്യുക, അരി ഇടുക. അതിന് ശേഷം തട്ടിപ്പൊത്തി വെച്ച് ആ ഫ്രൈഡ് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇട്ട് അടച്ചു വെക്കുക. ഞാനിവിടെ ഒരു 15 മിനിറ്റ് ദം വെച്ചു. അത്രയൊക്കെ മതി. കാരണം ഓൾറെഡി നമ്മുടെ അരി ഞാനൊരു 90-95% എൻ്റെ ചോറ് വെന്തതായിരുന്നു. പിന്നെ മട്ടണും നല്ലോണം വെന്തതായിരുന്നു. അതുകൊണ്ട് ഞാനൊരു 15 മിനിറ്റ് വെച്ചു. അതിന് ശേഷം എടുത്തു. ഇപ്പം നമുക്ക് കണ്ടാൽ അറിയാം ആ റൈസും മസാലയും സെപ്പറേറ്റ് ആയിട്ടാണ് കിടക്കുന്നത്. പിന്നെ ഞാൻ പ്ലേറ്റിലോട്ട് മാറ്റി. അതിന് ശേഷം കുറച്ച് മീൻ ചട്നി, കുറച്ച് നമ്മുടെ സാലഡ്, കുറച്ച് പിക്കിള്, അതെല്ലാം കൂട്ടി ഞാൻ നല്ലോണം കഴിച്ചു. സൂപ്പറായിരുന്നു. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ.